ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ രാഹുൽ. എല്ലാവർക്കും ടെക് ഹൗസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താ വെച്ചാൽ കമ്പ്യൂട്ടറിലെ ബ്രെയിനിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടത്. ബ്രെയിൻ ഉദ്ദേശിച്ചാൽ സി പി യുൻ്റെ ഫുൾ ഫോം പറഞ്ഞ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ സ്ട്രക്ചർ എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെ തരം സി പി യുസ് ഉണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പിന്നെ നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഏത് തരം സി പി യു ആണ് നിങ്ങൾ മേടിക്കേണ്ടത്, അതിനെക്കുറിച്ച് റിവ്യൂ, പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നതായിരിക്കും. അതെന്താ വെച്ചാൽ നമ്മുടെ സി പി യുൻ്റെ കോറായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. സോ നമുക്കെന്താ സി പി യുവിനെ കുറിച്ചൊന്ന് പറയാം. സി പി യു പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അതിൻ്റെ മെയിനായിട്ട് ജോലി എന്താ വെച്ചാൽ നമ്മൾ കമാൻഡ്സ് അതിന് കൊടുക്കും, അത് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പ്രൊവൈഡ് ചെയ്ത് തരിക. അതാണ് സി പി യുവിൻ്റെ ഏകദേശം ഒരു വർക്കിംഗ് പറഞ്ഞാൽ. ഇനി സി പി യുവിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പിക്ചർ കാണിച്ചു തരാം. ആ പിക്ചറിൽ നിങ്ങൾക്ക് കുറേ സ്ട്രക്ചറായിട്ടുള്ള ഇത് കാണും. ആ സ്ട്രക്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ കമ്പോണൻസ് ആണ് ഉദ്ദേശിച്ചത്. നമ്മൾ സി പി യുവിൻ്റെ ഉള്ളിലത്തെ പാർട്ട് ഇൻ്റർനെറ്റിൽ അവൈലബിൾ അല്ല. നമ്മൾ സി പി യു തുറന്നു നോക്കി അതിൻ്റെ ഉള്ളിലെ കമ്പോണൻസ് കാണാനും പാടാണ്. അപ്പോൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു ആർക്കിടെക്ചറിൽ ഞാൻ ഇവിടെ ഒരു അതിൻ്റെ ഏകദേശം ഇമേജ് വരച്ചിട്ടുണ്ട്. ഇതായിരിക്കും അതിൻ്റെ ഉള്ളിലത്തെ മെയിനായിട്ടുള്ള കമ്പോണൻസ്. മെയിനായിട്ട് കമ്പോണൻസ് ഏതൊക്കെ വരുന്നത് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ ക്യൂവും ആൻഡ് IO പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും, ഒരു സെക്ഷൻ ഉണ്ടാവും. പിന്നെ നടുവിലായിട്ട് കോറും അതിൻ്റെ നടുവിൽ ഒരു ത്രെഡിൻ്റെ ഒരു വയലറ്റ് ഡോട്ടും ഉണ്ടാവും. പിന്നെ അപ്പുറത്തെ സൈഡ് നോക്കിയാൽ ഞങ്ങൾക്കൊരു ക്യാഷ് മെമ്മറി പറഞ്ഞിട്ടൊരു മെമ്മറി ഉണ്ടാവും. താഴെ ഒരു മെമ്മറി കൺട്രോൾ ഉണ്ടാവും. ഇതാണ് അതിൽ മെയിനായിട്ട് വരുന്ന കമ്പോണൻസ്. ഇനി ഇതൊക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഇതെന്തൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആവണത്. സോ ക്യൂവും IOയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറേ ടാസ്ക് ചിലപ്പോൾ ഒരുമിച്ച് നമ്മുടെ സി പി യുവിന് കൊടുക്കും. അപ്പോൾ ക്യൂ എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം നമ്മൾ ഏതാ ടാസ്ക് കൊടുത്ത് അതായിരിക്കും ആദ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ക്യൂ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. നേരെ മറിച്ച് IO പോർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ള ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്യാൻ, മറ്റുള്ള റാം ഹാർഡ് ഡിസ്ക് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ IO പോർട്ട് യൂസ് ചെയ്യും. പിന്നെ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാനാണ് യൂസ് ചെയ്യും. അതാണ് നമ്മൾ IO പോർട്ട് യൂസ് ചെയ്യുന്നത്. കോറ് പറയുന്നത്, കോറിനെ തൊട്ട് ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ കുറച്ച് കൂടുതലുള്ള കാരണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമുക്കിനി ക്യാഷ് മെമ്മറി പോവാം. ക്യാഷ് മെമ്മറി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാമിലെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് മെമ്മറി എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാരണം ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റാമിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയില്ല വെച്ചാൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം, അപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മെമ്മറി കൺട്രോളാണ് ഞാൻ പറയുന്നത്. മെമ്മറി കൺട്രോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി പി യു ഏതൊക്കെ ഫയൽസ് ആക്സസ് ചെയ്യണം, ഏതൊക്കെ അതിൻ്റെ ഞാൻ പറഞ്ഞു ക്യാഷ് മെമ്മറി പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് ആണ്. അവിടെ ആയിരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അത് മെമ്മറി കൺട്രോളാണ് ചൂസ് ചെയ്യുന്നത്, ഏത് കോറാണ് ആ ക്യാഷിന് എടുക്കേണ്ടത്, അതൊക്കെ ചെയ്യുന്നത് മെമ്മറി കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കോറും ത്രെഡിനെയും കുറിച്ച് പറയാം. ഒരു സി പി യു വാങ്ങുമ്പോൾ അതിൽ എത്ര കോറിൻ്റെ എത്ര ത്രെഡ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. അത് ഏതൊരു സി പി യു വാങ്ങുമ്പോഴും അതിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന എത്ര കോറിൻ്റെ എത്ര ത്രെഡ് ഉണ്ട് എന്ന് കാണിക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്ന കോറ് പറയുന്ന ഒരു ഫിസിക്കൽ കമ്പോണൻ്റ് ആണ്. അത് നമുക്ക് കണ്ണും കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു കമ്പോണൻ്റ് ആണ് കോറ്. നിങ്ങൾ മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞാൽ കോറ് പറയുന്ന സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് ത്രെഡ് പറയുന്ന ഒരു ലോജിക്കലാണ്. പറഞ്ഞാൽ അതിലാണ് നമ്മുടെ പ്രോസസ്സിങ് നടക്കുന്നത്. നമുക്ക് കണ്ണും കൊണ്ട് കാണാൻ പറ്റില്ല. കോറിൻ്റെ ഉള്ളിലാണ് ത്രെഡ് ഉണ്ടാവുക, നമുക്ക് കണ്ണും കൊണ്ട് കാണാൻ പറ്റില്ല. അതിലാണ് നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ കൂടുതലായിട്ട് നടക്കുക. നമ്മൾ കമാൻഡ് കൊടുക്കുന്നത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നൊക്കെ ആ ത്രെഡിൻ്റെ ഉള്ളിലാണ് നടക്കുക. ഇനി നമുക്ക് ഒരു സാധാരണ ലൈഫ് എക്സാമ്പിളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സി പി ഒരു വീടാണ് വെച്ച് കരുതുക. ഒരു സി പി ഒരു വീടാണ് കരുതുക. ആ കോറ് പറയുന്ന ഒരാൾ വെക്കുക, ആ ഒരു ത്രെഡ് പറയുന്നത് അയാൾക്ക് ഒരു കയ്യുള്ളൂ വിചാരിക്കുക. ഒരു കൈ ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ സ്വന്തമായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അയാൾക്ക് ഒരു ടൈമിൽ ഒറ്റ ടാസ്ക് അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ കാരണം വെച്ചാൽ ഒരു കൈയേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റ ടാസ്ക് മാത്രം ഒറ്റ ടൈമിൽ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ അയാൾക്ക് രണ്ട് ത്രെഡ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഒരു വീട്ടിനുള്ളിൽ ഒരു കോറിൽ 2 ത്രെഡ് ഉണ്ട്. ഞാൻ ഈ പിക്ചറിൽ കാണിച്ചോളൂ, 2 ത്രെഡ് ഉണ്ട്. അപ്പോൾ അയാൾക്ക് 2 ടാസ്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ ത്രെഡ്സ് പറയുന്നത്. ആ 2 ത്രെഡ് ഒരു കോറിൽ വരുന്ന ടെക്നോളജി നമ്മൾ ഹൈപ്പർ ത്രെഡിങ്ങോ മൾട്ടി ത്രെഡിങ്ങോ എന്നൊക്കെ പറയാം. അതാണ് ഒരു കോറിൽ 2 ത്രെഡ് വെച്ചിട്ട്. ഇനി പിന്നെ കാലം മാറും തോറും നമുക്ക് കുറേ അധികം ടാസ്ക് ഒരുമിച്ച് ചെയ്യാനുള്ള ഇത് വന്നു. അപ്പം എന്ത് ചെയ്തു, കുറേ അധികം കോഴ്സ് വെച്ചിട്ട് തുടങ്ങി. ഡ്യുവൽ കോർ, ക്വാഡ് കോർ, ഹെക്സാ കോർ, ഒക്ടാ കോർ വന്ന് കുറേ അധികം കോഴ്സുള്ള സിംഗിൾ ആയിട്ടുള്ള പ്രൊസസ്സർ. നിങ്ങൾക്ക് അതിൻ്റെ പിക്ചേഴ്സ് കാണിക്കാൻ ഞാൻ കുറച്ച് പിക്ചറെ കാണിക്കുന്നുള്ളൂ, നമുക്ക് മനസ്സിലാവും. കോർ വന്നാൽ 4 കോർ ഉണ്ടാവും, ഒക്ടാ കോർ വന്നാൽ 8 കോർ ഉണ്ടാവുക.
സോ അതാണ് ഞാൻ ഇതിൽ പറയുന്നത്, കോർസിൻ്റെ എണ്ണം കൂടി. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ടാസ്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായി CPU-ൻ്റെ കേപ്പബിലിറ്റി. പറഞ്ഞാൽ ഒരു കോറിന് 2 ത്രെഡ് ഉണ്ട്, അപ്പോൾ 2 കോറിന് 4 ത്രെഡ് ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള പ്രൊസസ്സറായി. പിന്നെ വില കുറഞ്ഞ പ്രൊസസ്സറും ഉണ്ട്. ഐ മീൻ ഇന്റൽ പെന്റിയം കോർഡിയോ പ്രൊസസ്സറൊക്കെ ആകുമ്പോൾ ഒരു കോറ് ഒരു ത്രെഡും പിന്നെ മറ്റൊരു കോറ് ഒരു ത്രെഡും. പറഞ്ഞാൽ സിംഗിൾ കോർ, അതിൽ മൾട്ടി ത്രെഡിങ് ഉണ്ടാവില്ല. അങ്ങനത്തെ പ്രൊസസ്സറും ഉണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് പെർഫോമൻസിന് വേണോ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഈ കോറും ത്രെഡും. സോ അതാണ് ഞാൻ ഈ മെയിനായിട്ട് CPU വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ കോഴ്സും ത്രെഡ്സും നിങ്ങളുടെ യൂസേജ് അനുസരിച്ച്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് പറയാം. സോ നമുക്ക് ഇനി ഏത് ടൈപ്പ് പ്രൊസസ്സർ നിങ്ങൾ മേടിക്കണം അതിൽ നമുക്ക് പോകാം. ആ ടോപ്പിക്ക് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ആകെ 2 പ്രൊസസ്സേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഐ മീൻ 2 പ്രൊസസ്സർ ബ്രാൻഡാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഒന്ന് ഇന്റലും ഒന്ന് AMD. നമ്മൾ ഇതിൽ കൂടുതൽ ഡെപ്തായിട്ട് ഇന്റലിനെ കുറിച്ചിട്ടായിരിക്കും പറയാം. അടുത്ത വീഡിയോയിൽ നമുക്ക് AMDനെ കുറിച്ചിട്ടും പറയാം. AMD കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് ഇന്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതെന്താണെന്ന് എനിക്കറിയില്ല, അതങ്ങനെയാണ്. പക്ഷേ ഇന്റൽ പറയുമ്പോൾ ഒരു ബ്രാൻഡാണ്. AMD സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് അതിന് ബഡ്ജറ്റിൽ കുറയാൻ കാരണം അതായിരിക്കും ഒരു കാരണം. ബട്ട് പെർഫോമൻസ് ഒക്കെ ഒന്നാണ്. എന്നാൽ നമുക്ക് ഇന്റലിനെ കുറിച്ചിട്ട് ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ്, നമുക്ക് ഇന്റലിൽ നമ്മളൊരു പ്രൊസസ്സർ മേടിക്കാൻ പോകുമ്പോൾ i3, i5, i7, i9 പെന്റിയം പ്രോസസ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ അല്ല. പെന്റിയം മാറി. ഇപ്പോൾ i3, i5, i7, i9 ഇതാണ് മെയിനായിട്ട് വരുന്ന പ്രൊസസ്സേഴ്സ്. ഇതിലും ഇന്റലുകാർ കുറേ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഓരോ ജനറേഷൻസ് ആക്കി തിരിച്ചിട്ടുണ്ട്. ഐ മീൻ i3 ഫസ്റ്റ് ജെൻ, സെക്കൻഡ് ജെൻ തൊട്ടിട്ട് 7th ജെൻ, 10th ജെൻ വരെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ i5 ഫസ്റ്റ് ജെൻ തൊട്ടിട്ട് 10th ജെൻ വരെ. ഇതേപോലെ തന്നെ i7 10th ജെൻ തൊട്ട് ഇതേപോലെ ജനറേഷൻസിൽ അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇപ്പോൾ ലാപ്ടോപ്പ് i3 മേടിക്കാൻ പോകുമ്പോൾ ആ കടക്കാരൻ പറയും ഇത് 3rd ജെൻ ആണ്, ഇത് 5th ജെൻ ആണ്. ആ ജനറേഷൻസിൽ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഐ മീൻ അതിനെക്കുറിച്ച് എന്താണ് അതിൽ ഡിഫറൻസ് വരുന്നത്, അതിനെക്കുറിച്ചൊരു റിവ്യൂ ആണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാൻ പറ്റും. ഈ സൈഡിൽ ഞാനൊരു ടേബിൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ ടേബിളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ട്രാൻസിസ്റ്റർ സൈസ് പറഞ്ഞിട്ടൊരു കാറ്റഗറി. ആ ട്രാൻസിസ്റ്റർ സൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CPU-ൻ്റെ ഉള്ള ട്രാൻസിസ്റ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ മീൻ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാനും ഇതൊക്കെ ചെയ്യാനും. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് എപ്പോഴും നമ്മൾ കണക്കൂട്ടുന്ന നാനോമീറ്ററാണ്. അതാണ് NM പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രോസസ്സർ നിങ്ങൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൽ NM ലിത്തിയോഗ്രാഫി NM പറഞ്ഞിട്ടായിരിക്കും അതിലൊരു വാല്യൂ ഉണ്ടാവും. അതാണ് ട്രാൻസിസ്റ്ററിൻ്റെ സൈസാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ജെന്നൊക്കെ ആകുമ്പോൾ നമുക്ക് 42 നാനോമീറ്ററിൻ്റെ ഉള്ള ട്രാൻസിസ്റ്റേഴ്സാണ് അതിൽ. 42 നാനോമീറ്റർ ആണ്, ഇത്രയൊന്നുമില്ല. ഐ മീൻ നമ്മൾ മൈക്രോസ്കോപ്പിൽ കാണുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു വലുതാണ് നാനോമീറ്റർ മറ്റുള്ള ജനറേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ജനറേഷൻസ് കൂടുന്തോറും ഐ മീൻ ഫസ്റ്റ് ജെൻ, സെക്കൻഡ് ജെൻ, 3rd ജെൻ ഒക്കെ കൂടുന്തോറും നിങ്ങൾക്ക് കാണാനായിട്ട് ആ നാനോമീറ്ററിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നുണ്ട്. ഐ മീൻ 5th to ബാക്കിയുള്ള ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ജനറേഷനൊക്കെ 14 നാനോമീറ്റർ ടെക്നോളജിയാണ്. ഇനി ഇതെന്താ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു CPU-ൽ എത്രത്തോളം ട്രാൻസിസ്റ്റേഴ്സ് അതിൽ വെക്കാൻ പറ്റുന്ന അത്രത്തോളം നമുക്ക് പെർഫോമൻസ് അതിൽ കൂടും. അതാണ് അതിൽ മെയിനായിട്ട് നോക്കണം. അപ്പോൾ 14 നാനോമീറ്റർ ട്രാൻസിസ്റ്റർ ആകുമ്പോൾ കുറച്ച് ചെറുതാവും. ഐ മീൻ മറ്റുള്ളതിനേക്കാളും ചെറുതായി. അപ്പോൾ നമുക്ക് കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് ആ ഒരു CPU-ൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ പ്രോസസ്സിംഗ് പവർ നമുക്ക് ആ CPU കിട്ടും. അതാണ് നിങ്ങൾ i3 ആയാലും i5 ആയാലും i7 ആയാലും നിങ്ങൾക്ക് 14 നാനോമീറ്റർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. 5th ജനറേഷൻ തൊട്ട് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ജനറേഷൻ വരെ. ഇനി ഇതിൽ കുറഞ്ഞിട്ട് എന്താ വരാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസിസ്റ്റർ ഇല്ല, അത്രയും ചെറുതാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെറുതാക്കി മാക്സിമം ഒരു മിനിമം സൈസാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കോൺഫിഗർ ചെയ്യാൻ പാടാണ്. അതുകൊണ്ടാണ് 14 നാനോമീറ്ററാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഏതായാലും കേട്ടോ AMDയിലും ഇതേപോലെ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, അതിലും ഇതേപോലെ 14 നാനോമീറ്റർ, അതിലും ഇതേപോലെ ജനറേഷൻസിലും ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ജനറേഷനെ കുറിച്ച് അതാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഈ ജനറേഷനിലെ വ്യത്യാസം എന്താ വെച്ചാൽ അതിൻ്റെ ഗ്രാഫിക്സ് പ്രോപ്പർട്ടി. ആ ഇൻബിൽഡ് ഗ്രാഫിക്സ് കാർഡ് എന്താ വെച്ചാൽ നമ്മൾ മദർ ബോർഡിൽ നമ്മൾ സാധാരണ കണക്ട് ചെയ്യുമല്ലോ, നമ്മൾ ഡിസ്പ്ലേ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാണ്ട് നമ്മൾ മദർ ബോർഡിൽ കണക്ട് ചെയ്യുമല്ലോ. അതാണ് ഇൻബിൽഡ് ഗ്രാഫിക്സ്. അതുകൊണ്ട് ആ പ്രൊസസ്സറിൻ്റെ ഗ്രാഫിക്സ് പവർ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ജനറേഷൻസിൽ അത് അവർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ മീൻ ആദ്യത്തെ ജനറേഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ഡിസ്പ്ലേൻ്റെ സൈസ് കുറവാണ്. നേരെ മറിച്ച് 5th ജനറേഷൻ തൊട്ട് 10th ജനറേഷൻ വരെ ഡിഫോൾട്ടായിട്ട് ഒരു 4K ഡിസ്പ്ലേ നിങ്ങൾക്ക് ആ ഗ്രാഫിക്സ് കാർഡ് പറയും. അത് പറഞ്ഞാൽ ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് 4K ഡിസ്പ്ലേ ഫുൾ വ്യൂവിൽ കാണാൻ പറ്റും. എന്തെങ്കിലും മൂവിയോ ആ വീഡിയോസൊക്കെ നമുക്ക് വാച്ച് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി മാത്രം ആ ഒരു ഗ്രാഫിക്സ് കാർഡിനുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ i3, i5, i7, i9 ഇതിലെന്താ ഡിഫറൻസ് വരുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ്. അതിൻ്റെ ഒരു ടേബിൾ ഇവിടെ കാണിച്ചിട്ട് i3, i5, i7ൻ്റെ ഒരു ഡിഫറൻസ് എന്താണ് ഈ ടേബിളിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം.
ഈ i5 വരുമ്പോൾ മൾട്ടി ത്രെഡിങ് സപ്പോർട്ട് ചെയ്യും. i3 വരുമ്പോൾ മൾട്ടി ത്രെഡിങ് സപ്പോർട്ട് ചെയ്യും. കാരണം ഫസ്റ്റ് ജനറേഷൻ തൊട്ട് 7th ജനറേഷൻ 10th ജനറേഷൻ വരെ i3 മൾട്ടി ത്രെഡിങ് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും. മൾട്ടി ത്രെഡിങ് ഞാൻ നേരത്തെ ഈ വീഡിയോന് കുറച്ച് ഉമ്മർത്ത് വയ്ക്കാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു കോറിൽ തന്നെ 2 ത്രെഡ് വരുന്നത്, അതാണ് മൾട്ടി ത്രെഡിങ്. നേരെ മറിച്ച് i5, i7, i9 മൾട്ടി ത്രെഡിങ്ങും പ്ലസ് ടർബോ ബൂസ്റ്റ് പറഞ്ഞൊരു ഫീച്ചറും കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടർബോ ബൂസ്റ്റ് ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഡിഫോൾട്ടായിട്ട് നമ്മൾ ഒരു പ്രൊസസ്സർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇത്ര ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. 3 GHz ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടർബോ ബൂസ്റ്റിന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ വേറെ ഒരു ഇതുണ്ടാവും, ഒരു 3.5 GHz. അതാണ് ഈ ടർബോ ബൂസ്റ്റ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇൻറ്റൻസീവ് ടാസ്ക് യൂസ് ചെയ്യുമ്പോൾ അത് തന്നെ അതിൻ്റെ ക്ലോക്ക് സ്പീഡ് കൂട്ടിയിട്ട് ആ ഡിഫാൾട്ട് ക്ലോക്ക് സ്പീഡിനെക്കാളും മുകളിൽ പോകും. അതാണ് ഈ ടർബോ ബൂസ്റ്റ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന i5, i7, i9 ഇനി മെയിനായിട്ട് ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ ഏത് ടൈപ്പ് പ്രൊസസ്സർ, ഏത് ടൈപ്പുള്ള ആൾക്കാർക്ക് ഏത് ടൈപ്പുള്ള പ്രൊസസ്സർ പഠിക്കണം, അതിനാണ് നമ്മൾ പറയുന്നത്. ഒരു ഓഫീസ് ബേസ്ഡ് യൂസ്, സാധാരണ ഒരു സ്റ്റുഡൻറ്റോ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതോ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ്, എക്സാമ്പിൾ എക്സൽ, ഒരു മ്യൂസിക് പ്ലെയർ, അങ്ങനെ അത്രയുള്ള ടാസ്ക് ചെയ്യുന്നവർക്ക് i3 5th ജെൻ തൊട്ടിട്ട് ഏത് ജനറേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. i3 5th ജെൻ എന്താ ഞാൻ പറയുന്ന കാരണം വെച്ചാൽ അതിൽ 14 nm ടെക്നോളജിയാണ്. അപ്പോൾ കുറച്ചും കൂടി ലേറ്റസ്റ്റ് പ്രോസസ്സിങ് പവർ ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞ ഡിഫാൾട്ട് റെസൊല്യൂഷൻസ് നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടും. അപ്പോൾ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഗ്രാഫിക്സ് പെർഫോമൻസും കിട്ടും. അതാണ് ഞാൻ ഡിഫാൾട്ടായിട്ട് ഒരു ബിഗിനർ ആയാലും ഒരു ലാപ്ടോപ്പ് മേടിച്ചിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കായാലും ഈ 2020 വരുമ്പോൾ നമുക്ക് നോക്കുന്നത് i3 5th ജെൻ തൊട്ടിട്ട് 10th ജനറേഷൻ നോക്കാം. പിന്നെ അതിൻ്റെ സാധാരണ യൂസറിനെക്കാളും മുകളിൽ യൂസർ, കുറച്ച് ഗെയിമിങ്ങും കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും അതിൻ്റെ റെൻഡറിങ്ങും ഇങ്ങനത്തെ ഒരു CPU കുറച്ചും കൂടി ഓറിയൻറ്റഡ് ടാസ്ക് ചെയ്യുന്നവർക്ക് i5 5th ജെൻ തൊട്ട് 10th ജെൻ വരെ നോക്കും. അതന്നെ എന്താ കാരണം i5 ആക്കുക വെച്ചാൽ അതിൽ കോഴ്സിൻ്റെയും ത്രെഡ്സിൻ്റെ എണ്ണം കൂടുതലാണ്, നമ്മൾ i3 അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈ കുറച്ചും കൂടി ടാസ്കുള്ള പെർഫോമൻസ് ആക്കി നടത്താം. ഇനി ഏറ്റവും തേർഡ് പറയുന്നത് ഏറ്റവും ഹൈ പ്രൊഫഷണൽ, പറഞ്ഞാൽ 3D Max എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസോ 3D Maxോ CPU കുറച്ചും കൂടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യുന്നവർക്ക്, വീഡിയോ എഡിറ്റിങ്ങിനായാലും CPU ഇൻറ്റൻസീവ് ടാസ്ക്സ് ആണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് i7, i9 അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് i7 ഞാൻ പറഞ്ഞ പോലത്തെ i7 ഇതേപോലെ 6th ജെൻ തൊട്ടിട്ട് 10th ജെനിൽ നോക്കാം. i9 ഇതേപോലെ തന്നെ. i9 വരുന്നത് സ്റ്റാർട്ടിങ് തന്നെ 5th ജെൻ തൊട്ടിട്ടാണ്, അതിൽ ഫസ്റ്റ് ജെൻ ഒന്നും ഉണ്ടാക്കിയില്ല. i9 വരുന്നത് സ്റ്റാർട്ടിങ് തന്നെ 5th ജെൻ തൊട്ടിട്ടാണ്. സോ അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഇൻറ്റൻസീവ് ടാസ്ക് യൂസ് ചെയ്യുന്നവർക്ക് ഇനി ബഡ്ജറ്റ് ഓറിയൻറ്റഡായിട്ട് നിങ്ങൾ നോക്കുന്നത് വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഒരു ബഡ്ജറ്റ് PC കുറച്ച് ഗെയിമിങ്ങും കുറച്ച് വീഡിയോ i3 10th ജെൻ നോക്കാം. പറഞ്ഞാൽ i5 സാധാരണ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടായിരിക്കും. i5 5th ജെന്നേക്കാളും i3 10th ജെൻ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി പെർഫോമൻസ് ആണ്. പറഞ്ഞാൽ ബഡ്ജറ്റും കുറവാണ്. അതുകൊണ്ട് i5 എടുക്കുന്നേക്കാളും കുറച്ച് ബഡ്ജറ്റിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് എടുക്കണമെങ്കിൽ i3 10th ജെൻ നോക്കാം. അതാണ് ഞാൻ ഇതിൽ കുറച്ച് പറയുന്നത്. എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ ടോപ്പിക്സിൽ, എന്താണ് ഒരു പ്രൊസസ്സർ, എന്തൊക്കെയാണ് ഏത് ടൈപ്പ് പ്രൊസസ്സർ പഠിക്കേണ്ടത്. ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കം ഞാൻ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താ വെച്ചാൽ CPU-Z ആണ്. അത് നമുക്ക് നെറ്റിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ, ഒരു 5 MB താഴെ ആ സോഫ്റ്റ്വെയർ ഉള്ളൂ. സോ നമുക്ക് ഇനി കമ്പ്യൂട്ടറിൽ കിടക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു CPU-Z. അത് നിങ്ങൾ സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് സെർച്ചിൽ CPU-Z എന്ന് അടിക്കുക. അത് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ആയിട്ട് റൺ ചെയ്യുക. എന്താ വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അഡ്മിനിസ്ട്രേറ്ററാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് തന്നെ ഡിഫാൾട്ടായി റൺ ചെയ്യും. ലെസ് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ ഏതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഡിവൈസുകൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ CPU സെക്ഷനിൽ ഞാൻ ഇവിടെ റൺ ചെയ്യുന്നത് i3 3rd ജനറേഷൻ. i3 3rd ഞാൻ എങ്ങനെ പറഞ്ഞു വെച്ചാൽ i3 3220 ഞാൻ റൺ ചെയ്യുന്നത്. അതാണ് i3 3rd ജെൻ ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പണ്ടതിന് നാനോമീറ്ററിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് ഇത് റൺ ചെയ്യുന്നത് 22 nm. ഞാൻ നേരത്തെ പറഞ്ഞത് 3rd ജെൻ ആയതുകൊണ്ട് 22 nm ടെക്നോളജിയാണ് റൺ ചെയ്യുന്നത്. പിന്നെ ഞാൻ കോഴ്സും ത്രെഡ്സിനെ കുറിച്ച് പറയുന്നത്. ഈ i3 ഞാൻ നേരത്തെ പണ്ടതിന് മൾട്ടി ത്രെഡിങ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ മൾട്ടി ത്രെഡിങ് നിങ്ങൾക്ക് ഇവിടെ കോറും ത്രെഡ്സിൻ്റെ എണ്ണയും കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ കോറ് 2 ത്രെഡ്സ് 4, അപ്പോൾ ഒരു കോറിൽ 2 ത്രെഡ് വെച്ചിട്ട് അതാണ് ഈ മൾട്ടി ത്രെഡിങ്. ഇതിൽ കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസ് വേണം നിങ്ങൾക്ക് ക്യാഷ് ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറിനെ കുറിച്ച് പറയാം. ഞാൻ ക്യാഷ് മെമ്മറി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, റാമിൻ്റെ ഒരു വീഡിയോ. ഞാൻ പിന്നെ ഐ ബട്ടണിൽ ഡിസ്ക്രിപ്ഷനിലും ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്താൽ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്യാഷ് മെമ്മറി എന്താണ് കുറച്ചും കൂടി ഡെപ്തായി മനസ്സിലാവും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ മദർ ബോർഡ് അതൊക്കെ നമുക്ക്
അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഗിഗാബൈറ്റിൻ്റെ മദർ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇനി ഞാൻ ഇതിൽ ഒരു ടോപ്പിക് കൂടി പറഞ്ഞാൽ നമുക്ക് ഏത് പ്രോസസ്സറിന് ഏത് മദർ ബോർഡ് മേടിക്കണം നിങ്ങൾക്ക് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ CPU സെക്ഷൻ ഒന്നും കൂടി പോയി കഴിഞ്ഞാൽ ഈ പാക്കേജ് സോക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ LGA 1155 പറഞ്ഞിട്ടുള്ള ഒരു സോക്കറ്റാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ i3 3rd gen. അപ്പോൾ മദർ ബോർഡ് മേടിക്കുമ്പോൾ ഈ സോക്കറ്റ് നോക്കി സപ്പോർട്ട് ചെയ്യുന്ന മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യും. അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതാണ് ഒരു സിമ്പിളായിട്ടൊരു ടിപ്പും കൂടി പറഞ്ഞത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, തൊട്ടുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഞാൻ ഇനി പുതിയ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നേരത്തെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് ആ വീഡിയോ കാണുക. സോ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.